ആകസ്മികമായിട്ടാണ് ഈ കൂട്ടായ്മയിൽ എനിക്ക് പങ്കുചേരാൻ സാധിച്ചത്. ഷൂട്ടിംഗ് കഴിഞ്ഞിവിടെ ഒന്ന് ശരീരം ശുദ്ധിയാക്കാനായിട്ട് വന്നപ്പോഴാണ് ശ്രീ അസീസ് ഒന്ന് അവിടം വരെ വരണം. എവിടം വരെ? അവിടെ ഞങ്ങൾ കുറച്ച് പേരൊക്കെ കൂടുന്നുണ്ട്. നൊയമ്പിൻ്റെ കാര്യം വല്ലതും ആണോ? അല്ല, ഇങ്ങനൊരു കൂട്ടായ്മയുടെ കാര്യമാണ്. എന്താണ് ഉദ്ദേശം? അപ്പം അദ്ദേഹം പറഞ്ഞ 3 വാക്കുകളിൽ പറഞ്ഞു: സത്യം, ധർമ്മം, നീതി, ന്യായം, സ്നേഹം. ഇത്രയും കാര്യങ്ങൾ. അതിനെക്കുറിച്ച് ജാതിക്ക് അതീതമായി, പ്രത്യയശാസ്ത്രത്തിന് അതീതമായി, മതങ്ങൾക്ക് അതീതമായി ചിന്തിക്കുന്ന, അതിന് ശേഷിയുള്ള കുറച്ച് മനുഷ്യരുടെ, അത് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ജീവിത പന്ഥാവിൽ എന്നേക്കാളൊക്കെ വളരെ വളരെ ജീവിത പരിചയമുള്ളവരും ഒരു സിനിമാ നടനേക്കാൾ ഉപരി അനുഭവ സമ്പത്തുള്ള ഉദ്യോഗങ്ങളിലിരിക്കുന്നവരും അവിടുന്ന് വിരമിച്ചവരും, ബഹുമാന്യനായ പാളയം ഇമാം, അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ചില ആത്മീയ സദസ്സുകളിൽ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ചില TV പ്രോഗ്രാമുകളിൽ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊക്കെ ആധികാരികമായി അദ്ദേഹം ഒരളവ് വരെ പറഞ്ഞു. 2 മിനിറ്റ് സമയം കൊണ്ട് ഒരുപക്ഷെ എൻ്റെ ഉള്ളിലുള്ള ആശയം എനിക്ക് പറഞ്ഞു തീർക്കുവാൻ സാധിക്കില്ല. എങ്കിലും ഒറ്റ വരിയിൽ ഈ ഇൻ്റർനാഷണൽ ഇൻ്റർഫെയ്ത്ത് ഡയലോഗ് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രമാണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വാചകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോക സമസ്ത സുഖിനോ ഭവന്തു. ഇതിന് എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. ഇത് ലോകത്തുള്ള സമസ്തവും സുഖമായിരിക്കട്ടെ. അതിന് ആ ഒരു വാചകം ഉടലെടുത്ത രാജ്യമാണ് ഭാരതം. ആ ഭാരതത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് പോയാൽ വളരെ വിശാലമായിട്ട് അല്ലെങ്കിൽ വിശദമായിട്ടൊക്കെ പറയേണ്ടി വരും. ഇത്രയും കൂടുതൽ സഹിഷ്ണുത പുലർത്തുന്ന ഒരു രാജ്യം ലോകത്തില്ല എന്നുള്ളതാണ്. ഇപ്പോൾ വിശ്വവിശ്രുതനായ ചാണക്യൻ, ചന്ദ്രഗുപ്തൻ്റെ മന്ത്രിയായിരുന്ന ചാണക്യൻ്റെ ഒരു കാര്യം ഓർക്കുന്നു. അദ്ദേഹം പറഞ്ഞ പല തന്ത്രങ്ങളിൽ ഒരു രാജാവിന് വേണ്ട ഗുണങ്ങൾ, രാജ്യം ഭരിക്കേണ്ട ഗുണങ്ങൾ, പ്രജകൾക്കുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ, ഇതൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തിയെയോ ഒരു രാജ്യത്തെയോ ഒരു പ്രസ്ഥാനത്തെയോ നശിപ്പിക്കണമെങ്കിൽ അവരുടെ ദൗർബല്യം ഏതാണെന്ന് മനസ്സിലാക്കി ആ ദൗർബല്യം ചൂഷണം ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതും അതാണ്. മതപരമായ ഐക്യത്തെ, പ്രജകൾ തമ്മിലുള്ള ഐക്യത്തെ, രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ഐക്യത്തെ അതെങ്ങനെ തകർക്കാം എന്നുള്ളതാണ്. അങ്ങനെ തകർക്കുവാൻ ഒരു സാഹചര്യം സൃഷ്ടിക്കാത്ത ഒരു സമൂഹം നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇൻ്റർനാഷണൽ ഇൻ്റർഫെയ്ത്ത് ഡയലോഗ് പോലുള്ള സംഘടനകൾ എന്ന് ഞാൻ പറയട്ടെ, സംഘടനകൾ എന്ന് അല്ലെ, ഇപ്പോൾ ഇരിക്കുന്നവർ ഇനി ലക്ഷങ്ങളാകണം. നമുക്കങ്ങനെ ഒരു 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 ഭാരതം നമുക്ക് കാണണമെങ്കിൽ, ഒരു കാലത്ത് ജാതിയില്ലാതിരുന്ന, മതമില്ലാതിരുന്ന ഒരു രാജ്യമായിരുന്നു ഭാരതം അല്ലെങ്കിൽ കേരളം. സംഘകാല ദിശയിൽ ജാതി വ്യവസ്ഥ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ആര്യന്മാരുടെ വരവോടുകൂടിയാണ് ഇവിടെ ജാതി ഉണ്ടായതും ചാതുർവർണ്ണ്യം ഉണ്ടായതും തൊഴിൽപരമായി ജനങ്ങൾ വിഭജിക്കപ്പെട്ടതും. തൊഴിൽപരമായി വിഭജിക്കപ്പെടുന്നത് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് അന്നും ഇന്നും അത്യാവശ്യമാണ്. പക്ഷേ തൊഴിൽപരമായി വിഭജിക്കപ്പെട്ട ഈ അവസ്ഥയെ ജാതിയാക്കി മാറ്റുകയായിരുന്നു, അല്ലെങ്കിൽ മാറുകയായിരുന്നു. അതിനുശേഷമാണ് ജാതീയമായി മനുഷ്യൻ്റെ അകൽച്ച, പ്രാദേശികമായ മനുഷ്യൻ്റെ അകൽച്ച, രാഷ്ട്രീയപരമായ മനുഷ്യൻ്റെ അകൽച്ച. ഒരു മതഗ്രന്ഥവും പറയുന്നില്ല അന്യനെ ഉപദ്രവിക്കുവാൻ, അന്യനെ ദുഃഖിപ്പിക്കുവാൻ, കളവ് പറയുവാൻ, അല്ലെങ്കിൽ ദുഷ്ടത സമൂഹത്തിനോട് പുലർത്തുവാൻ. ഇതൊന്നും ഒരു മതഗ്രന്ഥങ്ങളും അനുശാസിക്കുന്നില്ല. പക്ഷെ എന്തുകൊണ്ട് ചിലർ അത് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ഈ പറഞ്ഞ പോലെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് നമുക്ക് വളരെ പെട്ടെന്ന് പറയുവാൻ സാധിക്കും. ഇതൊക്കെ നമ്മൾ വിചാരിച്ചാൽ തീർച്ചയായിട്ടും മാറ്റുവാൻ സാധിക്കുന്ന ഒന്നാണ്. സ്വാമി വിവേകാനന്ദൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആദ്യം സ്വന്തം വീട് നന്നാക്കുക. നന്നാക്കുക എന്ന് പറഞ്ഞാൽ പെയിൻ്റ് അടിക്കുകയോ അല്ലെങ്കിൽ തറ തൂത്തുവാരുകയോ എന്നുള്ള അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മാനസികമായി മനസ്സുകൊണ്ട് നന്നാവുക. മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ കുടുംബ അംഗങ്ങളെ ഉപദ്രവിക്കാനെങ്കിലും ഇരിക്കാതിരിക്കുക. അതാദ്യം ചെയ്യുക. അങ്ങനെ ഒരു കുടുംബത്തിൻ്റെ, വീടിൻ്റെ 2 പക്കത്തുമുള്ളവർ, അയൽവക്കക്കാർ ഈ വീടൊരു മാതൃകയായി സ്വീകരിച്ച് ഒരു വീടിന് ചുറ്റുമുള്ള വീടുകൾ നന്നാകും.
അങ്ങനെ കുറച്ച് വീടുകൾ നന്നാകുമ്പോൾ ഒരു പ്രദേശം നന്നാവും. ഒരു പ്രദേശം നന്നാകുമ്പോൾ ഒരു ദേശം നന്നാവും. ഒരു ദേശം പല ദേശങ്ങൾ നന്നാകുമ്പോൾ നാട് നന്നാവും. പല നാടുകൾ നന്നാവുമ്പോൾ രാജ്യം നന്നാവും എന്നുള്ളതാണ്. ഇത് സ്വാമി വിവേകാനന്ദൻ എനിക്ക് ഇഷ്ടപ്പെട്ട വചനങ്ങളിലൊന്നാണ്. ആദ്യം സ്വയം നന്നാകുക, സ്വന്തം കുടുംബാംഗങ്ങളെ നന്നാക്കുക. ഇത് നമുക്കിപ്പോൾ പറ്റിയിരിക്കുന്നത് സ്വയം നന്നാകാൻ നാം മെനക്കെടാറില്ല, അല്ലെങ്കിൽ സമയമില്ല. സ്വന്തം കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാൻ നമുക്ക് സമയമില്ല. സ്വന്തം മക്കൾ എങ്ങനെയാണ്, അവരെങ്ങനെ സ്കൂളിൽ പോകുന്നു, എങ്ങനെ കോളേജിൽ പോകുന്നു, എന്താണ് അവിടെ ചെയ്യുന്നത്, ഇതൊന്നും നമുക്ക് ശ്രദ്ധിക്കുവാനുള്ള സമയം കിട്ടുന്നില്ല. അതിനൊറ്റ വാക്ക് പറയും ഇംഗ്ലീഷിൽ, ബിസി. പണ്ടും ഈ ബിസിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. ഓരോ വീട്ടിലെ ഗൃഹനാഥനും അത് ചിന്തിക്കണം, അത് ശ്രദ്ധിച്ചിരിക്കണം. അതിലുപരി വീട്ടിലെ ഗൃഹനായികയും. നമുക്ക് സ്വന്തം വീട് ആദ്യം നന്നാക്കിയെടുത്തെങ്കിൽ മാത്രമേ നമുക്കിത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സ്വന്തം വീടുകളിൽ തന്നെ ആയിക്കൊള്ളട്ടെ ആദ്യമായി ഇതിൻ്റെ പ്രചാരണം. അതായത് ധർമ്മത്തെക്കുറിച്ചും സത്യത്തെക്കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ അവിടെ തന്നെ വേണം, നിർബന്ധമായും വേണം. ഇപ്പോൾ അത് പലതുമില്ല. അത് കാലഘട്ടത്തിൻ്റെ സവിശേഷത കൊണ്ട്, പ്രത്യേകിച്ച് അണുകുടുംബത്തിൻ്റെ ഒരു ആവിർഭാവം വന്നതോടുകൂടി കുട്ടികളെ നിയന്ത്രിക്കുവാൻ മുതിർന്നവർ വീട്ടിലില്ലാതിരിക്കുന്ന ഒരു സാഹചര്യം. ഇന്ന് മുത്തശ്ശനും മുത്തശ്ശിയും കാഴ്ച വസ്തുക്കളാണ്, അല്ലെങ്കിൽ അവർ ഏതെങ്കിലും വൃദ്ധസദനങ്ങളിലായിരിക്കും. അവരെ വല്ലപ്പോഴും കൊച്ചുമക്കളെ കൊണ്ട് കാണിക്കും. അങ്ങനെ കാണിക്കുവാനുള്ള അവരുടെ മക്കൾ വിദേശത്തായിരിക്കും, അവർക്ക് വരുവാൻ സമയമില്ല. ആ കുട്ടികൾ മുഴുവൻ ടി വിയുടെ മുമ്പിലും സിനിമാ തിയേറ്ററിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ കാലം കഴിച്ചു പോകും. എൻ്റെയൊക്കെ ബാല്യത്തിൽ അതായിരുന്നില്ല. എൻ്റെ അച്ഛനും അമ്മയും പുറത്തു പോകുമ്പോൾ എൻ്റെ അച്ഛനെയും അമ്മയും എൻ്റെ മുത്തശ്ശിയെയും മുത്തശ്ശൻ്റെ മുമ്പിലാണ് ഞങ്ങൾ ഏൽപ്പിച്ചിട്ട് പോകുന്നത്. അവർ ഞങ്ങൾക്ക് ചെയ്തു തരുന്നത് ഐസ്ക്രീം മേടിച്ച് തരികയോ അല്ലെങ്കിൽ കിറ്റ്കാറ്റ് വാങ്ങിച്ച് തരികയോ, അന്ന് അതൊന്നും ഇല്ലായിരുന്നു. ഞങ്ങളോട് നല്ല നല്ല കഥകൾ പറഞ്ഞു തരും. പല മതങ്ങളിൽപ്പെട്ട പല കഥകൾ, പല പ്രവാചകർ പറഞ്ഞിരുന്ന കഥകൾ. ആ കഥ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സിൽ സത്യത്തെക്കുറിച്ചും ധർമ്മത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചുമുള്ള ബീജാവാപമാണ് അവർ നടത്തിയിരുന്നതെന്നുള്ള. ഇന്നത് നടത്തുവാൻ ആളില്ല. അതുകൊണ്ടുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു അവസ്ഥ എത്തിയിരിക്കുന്നത്. അതായത് ജീവിതത്തെക്കുറിച്ച് ബോധമില്ലാത്ത ഒരു പുത്തൻ തലമുറ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ്. അവരെ നല്ല ദിശയിലേക്ക് നയിക്കേണ്ട ഒരു ബാധ്യത കൂടി ഈ സംഘടനയ്ക്കുണ്ട്, അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിനുണ്ട് എന്നുള്ളതാണ്. ഇത് കെട്ടിക്കാഴ്ചയായിട്ട് മാത്രം നിന്നുകൊണ്ട് കാര്യമില്ല. ധാരാളം അനുഭവ സമ്പത്തുള്ള പരിചിതരായ നാനാജാതി മതങ്ങളിലുള്ളവർ ഏകോദര സഹോദരങ്ങളെ പോലെ കഴിയേണ്ട ആവശ്യകത പുതിയ തലമുറയുടെ അടുത്ത് പറയേണ്ടത് ആവശ്യമാണ്. സന്ദർഭം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അത് പറയേണ്ടത് ആവശ്യമാണ്. ഇന്ന് രാത്രി ഉറങ്ങുവാൻ കിടക്കുമ്പോൾ നാളെ പ്രഭാതത്തിൽ നമ്മൾ ഉണരുമെന്ന് എന്താണ് ഉറപ്പ്? യാതൊരു ഉറപ്പുമില്ല. അതുകൊണ്ടാണ് എല്ലാ മതങ്ങളിലും കിടക്കുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥനയുണ്ട്. ഞാൻ എന്നെ നിന്റെ കൈകളിൽ ഏൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്ന പ്രാർത്ഥനയാണ്. ആ പ്രഭാതം വരെ ഏത് പ്രഗത്ഭനായിരുന്നാലും ശരി, ഏത് ശ്രേഷ്ഠനായിരുന്നാലും ശരി, ഉറക്കം എല്ലാവർക്കും തുല്യം തന്നെയാണ്. രാവിലത്തെ പ്രഭാതത്തിൽ നമ്മൾ ഉണരുന്നു, നിത്യകർമ്മങ്ങൾ ചെയ്യുന്നു, വീണ്ടും സന്ധ്യയാവുമ്പോൾ പ്രാർത്ഥിച്ചല്ല രാത്രിയാവുമ്പോൾ കിടന്നുറങ്ങുന്നു. ഈ ഉറക്കം ദൈവത്തിൻ്റെ കൈകളിലാണ്, യാതൊരു സംശയവുമില്ല. അങ്ങനെ ഉള്ളപ്പോൾ ആ ധർമ്മങ്ങൾ അതെങ്കിലും മാത്രം വിശ്വസിച്ച്, ഒന്നും നമ്മുടെ കയ്യിലല്ല, എല്ലാം നിന്റെ കൈകളിലാണ്, സത്യമത നീ തരുന്നതെന്തും ഞാൻ സ്വീകരിക്കുവാൻ തയ്യാറാണ്.